ഇതാ എണിച്ച് കഞ്ഞി കുടിക്ക്. എനിക്ക് കഞ്ഞി കുടിക്ക്. ഞാൻ മരുന്നെടുത്തിട്ട് വരേ. കഞ്ഞി കുടിച്ച മരുന്നും കഴിച്ചിട്ട് കിടന്നോളൂ. ഞാൻ വേഗം പണിക്ക് പോകാന്ന്. എല്ലാവരും പോയി കഴിഞ്ഞു. ഇതാ ഈ ഗുളികയും കഴിക്കണേ. വെള്ളം കുടിച്ചിട്ട് ആ കഞ്ഞി മുഴുവനും കഴിക്കും. ഒരു തരം ഗുളിക മാത്രമേ ഉള്ളൂ. ഇനി ഉച്ചക്കിലേക്ക് മരുന്നില്ല. ഞാനൊന്ന് പണിക്ക് പോയിട്ട് മരുന്ന് വാങ്ങാം. കഴിക്കിട്ടോളെ. ഞാൻ പെണ്ണുങ്ങൾ വിളിക്കും. ഞാൻ പോകട്ടെ എന്നാ. അത് കഴിക്കണേ. ഞാൻ ഉച്ചക്ക് മരുന്ന് തരുമ്പോഴേക്കും വരാം. ആ ഗുളികയില്ല. ഞാൻ ആരും പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാൻ നോക്കട്ടെ. നേരത്തെ വരുമോ? ഇല്ലാത്ത പൈസ കൊടുത്ത് കടമൊന്നും വാങ്ങി മരുന്ന് വാങ്ങാനൊക്കെ ഉള്ള മരുന്ന് മതി. മരുന്ന് കഴിച്ച് അസുഖം മാറ്റി എടുക്കണ്ടേ? ഒരു മാസമല്ലേ നിങ്ങൾ കിടക്കുന്നു. മരുന്ന് കഴിച്ചല്ലേ ഒന്ന് എണിക്കാൻ പറ്റുള്ളൂ. പണിക്കൊന്നും പോയില്ലെങ്കിൽ പോകട്ടെ. ഒന്ന് എണിച്ച് പുറത്തേക്കൊക്കെ വന്ന് ഇരുന്നാൽ മതിയല്ല. ഞാൻ ഒന്ന് പോകട്ടെ. ആ ശരി. ആരാ വിളിക്കുന്ന? ഹലോ. ആ ഗിരിജിയാ? ഞാൻ പണിക്ക് വന്നിരിക്കുക. വീട്ടിലില്ല. ആ ബീനൻ്റെ അടുത്ത് മണ്ണെടുത്തിടല. 3-4 ദിവസമായി വരുന്നു. ഇപ്പൊ 2 ദിവസം കൂടി ഉണ്ടാവും. ഇല്ല അങ്ങനെ തന്നെ കിടക്ക തന്നെയല്ലേ. മരുന്ന് വാങ്ങിയിട്ടില്ലടോ. 2-3 ദിവസം കുറച്ച് കടമൊക്കെ ഉണ്ട്. 2 ദിവസം പണിക്ക് വന്നപ്പോൾ ആ കടത്തിനെയൊക്കെ അന്ന് വീട്ടി. ഇനിയിപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞിട്ട് വേണം മരുന്ന് പോയി വാങ്ങണമെങ്കിൽ. ഇല്ല ഞാൻ രാവിലെ കുറച്ച് കഞ്ഞി കൊടുത്തെങ്ങാണ്ട് വന്നതാ. ഇപ്പൊ ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കാൻ പോകാൻ വിചാരിച്ചതാ. പക്ഷെ ആകുന്നില്ല. ഇവിടെ ഇത്രയും ദൂരം പോയി പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും സമയം ഒരുപാട് വൈകും. കൊണ്ട് കൊടുക്കുമെന്നാ? ആയിക്കോട്ടെ. ഞാൻ വാതിൽ ലോക്കൊന്നും ചെയ്തിട്ടില്ല. വേറെ ചാരി വെച്ചിരിക്കുകയാണ്. ഇത്തിരി കഞ്ഞി കൊണ്ട് കൊടുക്കുമെന്ന. സമാധാനം. മനസ്സിന് ഒരു സമാധാനം. ടെൻഷൻ അടിച്ചെങ്കിൽ പണിയെടുക്കുക. ഇവരെന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചതാ. ഞാൻ പോയില്ല. മനസ്സ് വെക്കണ്ടേ. അവിടെ ഒറ്റയ്ക്ക് പട്ടിണി കിടക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. ആയിക്കോട്ടെ ശരി തന്നെ. ശരി അവിടെ വെച്ചു കൊടുത്താൽ മതി. മൂപ്പരെടുത്ത് കഴിച്ചോളാം. ശരി. ഏട്ടാ ഇതാ ഞാൻ കഞ്ഞി കൊണ്ടുവന്നിരിക്കുക. ചേച്ചി കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. ഇതാ കഴിച്ചോളെ. എനിക്കിതൊന്നും വേണ്ടായിരുന്നു ഗിരിജ. എന്ത് ഇത്ര കഷ്ടപ്പാടോ? എന്തിനായിട്ട് എങ്ങനെയൊക്കെ പറയാം? നമ്മൾ അയൽക്കാരല്ലാണ്ട് വേറെ ആരും അല്ലല്ലോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായം വേണ്ട ആൾക്കാരല്ലേ. പിന്നെ ആ ചേച്ചിനെ എന്തൊരു കാര്യത്തിന് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാ പറഞ്ഞത് ഞാൻ അവിടെ ഇല്ല, പണിക്ക് പോയിരിക്കുകയാണ്, വരാൻ പറ്റണ്ടാണ്, ഉച്ചയ്ക്ക് ഗിരിജ ഒരു പൊടി കഞ്ഞി കൊണ്ട് കൊടുക്കുമോ ചോദിച്ചു. അപ്പൊ ഞാൻ വേഗം എടുത്തിട്ട് വന്നതാ. ഒന്നുമില്ല, ലേശം കറിയേണ്ടതിട്ട് പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. ഏട്ടന് എന്തെങ്കിലും കഴിക്കും. ഏട്ടൻ അവിടെ വെക്കുന്നുണ്ടേ.
അതൊന്നും സാരമില്ല. അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലുണ്ടായി വെച്ചിട്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞു പണിക്ക് പോയിരിക്കുകയാണ്, ഇത്തിരി കഞ്ഞി കൊടുക്കാൻ പോകണം, എനിക്ക് സമയമില്ല വീട്ടിൽ, ഒന്നുകൊണ്ട് ഇത്തിരി കഞ്ഞി അതേ കൊണ്ട് കൊടുക്കുക വെച്ചപ്പോൾ അവൾ പറഞ്ഞു ഞാൻ കൊണ്ട് കൊടുത്തോളാം എന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടെ സമാധാനത്തിൽ ഇത്ര നേരം പണിയെടുത്തത്. അവിടെ നിൽക്കുന്നു പണിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ, മനസ്സിന് ഒരു സമാധാനമില്ല. ഞങ്ങൾ എന്ത് ചെയ്യണോ പറഞ്ഞിട്ട്. അവളാണ് എൻ്റെ ഒരു ധൈര്യം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഓടി വരാനും പൈസ ഇല്ല പറഞ്ഞ് പോയി കടം വാങ്ങാനും ഒക്കെ. മക്കളെ നമ്മളുടെ രൂപമില്ലാണ്ടായി. കല്യാണം കഴിഞ്ഞ് അവരവരുടെ പാട് നോക്കിപ്പോയി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് വരാം ഞങ്ങൾക്ക്. ഓ ഞാൻ വെറുതെ ഞാൻ കെട്ടിപ്പിടിച്ചോണ്ട് ഒന്നിനും പുറത്ത് കാണുന്നില്ലല്ലോ. ഇപ്പോഴും കിടപ്പന്നെയാണോ? എടാ ഇതെന്താ ചെയ്യുന്നത്? എനിക്ക് എന്താ അസുഖം? ഇതുവരെ എണിച്ചിട്ടില്ല. അയ്യയ്യോ, ഞാൻ 2 ആഴ്ച മുൻപ് വരുമ്പോ ഈ കിടപ്പന്നെ, ഇപ്പോഴും ഇതന്നെ. അവിടെ നിൽക്കാനൊരു സമാധാനം ഉണ്ടാ? ഒരു വാഴ വെട്ടിയപ്പോ ആ കൊലയും കുറച്ച് സാധനങ്ങളും മേടിച്ചിട്ട് വന്നതാ. ഇവിടെ അല്ലാണ്ട് എന്ത് ചെയ്യണ്? നിന്റെ ഭാര്യ ഒറ്റയ്ക്ക് പോയിട്ട് എന്തൊക്കെ ചെയ്യും? നീ ഒന്ന് എണിച്ചിരിക്കേ, ഇതിങ്ങനെ തന്നെ കിടന്നാലോ? ഞാൻ ഇത്ര നേരം അവിടെ ഇരുന്നതാ, ഇപ്പൊ കിടന്നുള്ളൂ. നീ വന്നു പോയിട്ട് ആ 2 ആഴ്ചയിലായിട്ടുള്ളൂ. പിന്നെ പൈസ ചെലവല്ലേ, ഇതിപ്പോ എന്തിനങ്ങനെ വന്ന്? എന്തിനു ഓടിപ്പിടിച്ച് വന്നു ചോദിച്ചാൽ അവിടെ ഇരിക്കാൻ മനസ്സിലാക്കണ്ടേ? അവിടെ 2-3 ദിവസം മുന്നേ ഒരു കൊല വെട്ടിയിട്ടുണ്ടായിരുന്നു, അതവിടെ വെച്ചു. പിന്നെ ഒന്ന് അവിടെ മൂത്തിട്ടുണ്ട്, അത് വെട്ടിക്കഴിഞ്ഞ് അവർക്ക് പോയി. അതിങ്ങോട്ട് കൊണ്ടുവന്നതാ. അത് തന്നെ പഴുത്ത് കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ ഇരിക്കുകയല്ലോ, ഓരോന്നോരോന്ന് എടുത്ത് കഴിക്കാലോ. പിന്നെ കുറച്ച് പഞ്ചസാരയും ചായപ്പൊടിയും കുറച്ച് എന്തൊക്കെയോ കഞ്ഞിന്റെ അരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ അവളെവിടെ? അവള് പണിക്ക് വന്നിട്ടേ എനിക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി പോയതാ. പണിക്ക് വന്നിട്ട് മരുന്ന് വാങ്ങാൻ പിന്നെ എന്ത് ചെയ്യണല്ലേ? അല്ല, നിനക്ക് 1 മാസമല്ലേ പനി എന്ന് പറയുന്നത്? എന്ത് പനിയാണിത്? പനിയൊക്കെ എനിക്ക് മാറി, ക്ഷീണം വിട്ടുമാറുന്നില്ല. പിന്നെ ഡോക്ടറെ പോയി വന്നതാ, 2 ആഴ്ച റെസ്റ്റ് എടുക്കാനാ പറഞ്ഞു. ആശുപത്രിയിൽ പോകാനും ഓട്ടോ പിടിക്കാനും മരുന്ന് വാങ്ങാനും എല്ലാം അവള് പണിയെടുത്ത് തന്നെ വേണ്ടേ? നിന്റെ മക്കളെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാലോ. ഓ, എല്ലാവർക്കും ജനിച്ചു മക്കള്, നിനക്കും 2 മക്കൾ ജനിച്ചു ആങ്ങളെ. കഷ്ടം തന്നെ, പുറത്ത് പറയാൻ തന്നെ നാണക്കേടാ. ചുറ്റുള്ള ആൾക്കാരൊക്കെ വരുമ്പോ തന്നെ ഇങ്ങനെ നോക്കുക, പിള്ളേരെ കൊണ്ട് ഒരു ഉപകാരമില്ല എല്ലാവരും ഇങ്ങനെ പറയാ. ഓ, എന്താക്കാനാ, ഓരോ മക്കളും ഓരോ വിധം. പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം പറയുന്നത് നിന്റെ ഭാര്യനെ പറയേണ്ടത്. എന്തായിരുന്നു ചെക്കനെക്കാൻ തലയെ കയറ്റി വെക്കല്ലേ അവള്? ഓ, എന്റെ മോൻ അങ്ങനെയാണ് ഇങ്ങനെ വലിയ പഠിപ്പുകാരനാണ്. നിന്റെ മക്കളെ എൻ്റെ അവിടെ വന്ന് 2 ദിവസം ഇരിക്കാൻ അയക്കുക നിന്റെ ഭാര്യ വിളിച്ചിട്ട്. അയ്യോ, അവർക്ക് ഭക്ഷണം ശരിയാവില്ല, അവരോട് മര്യാദയ്ക്ക് നോക്കില്ല, അവരെ കുളത്തിൽ കുളിക്കാൻ അയക്കും. എന്തായിരുന്നു? ഇപ്പോഴോ എൻ്റെ മക്കള് മണി പോലെ പണിക്ക് പോയിട്ട് എൻ്റെ കയ്യിൽ പൈസ കൊണ്ടുവരുന്നു. നിന്റെ മക്കളോ ഇട്ടിട്ട് പോയില്ലേ? അനുഭവിക്കണം, പക്ഷെ നീയല്ല, നിന്റെ ഭാര്യ അനുഭവിക്കണം. ഭാര്യ അല്ലല്ലോ ഇപ്പൊ അനുഭവിക്കുന്നത്, നീയല്ലേ ഇപ്പൊ അനുഭവിക്കുന്നത്. ഗൾഫിൽ വന്ന് എത്ര സന്തോഷത്തിൽ നാട്ടിൽ വന്ന് റിട്ടയർഡായിട്ട് വന്ന് ഇരിക്കേണ്ട ആളാണ്. ഇപ്പൊ ഒരു പൈസ കയ്യിലില്ല, കിട്ടുന്ന പൈസയൊക്കെ മക്കളുടെ പഠിപ്പ്. ഇത്രയും വലിയ വീട് ആർക്ക് വേണ്ടി കെട്ടിയതാ? നിന്റെ ഭാര്യ എന്താ പറഞ്ഞത്? എന്റെ മോന് പഠിപ്പ് കിട്ടണേ കഞ്ഞുമൂലിലെ റൂം വേണം, അവിടെ ഇരുന്ന് പഠിച്ചാലേ പഠിപ്പ് കിട്ടുള്ളൂ. ഇപ്പൊ എന്തായി? പഠിച്ചു, വലിയ ജോലിയും കിട്ടി, കല്യാണം കഴിഞ്ഞു, ഭാര്യനെ കൊണ്ട് ഒറ്റ പോക്ക് പോയി. നിന്റെ മോളോ? അതെങ്കിലും പെൺകുട്ടിയാണ് പറയാ, എന്തെങ്കിലും ആയിക്കോട്ടെ പറയാ, അതും കൂടി നിന്റെ മര്യാദ കാണാൻ പറ്റുന്നുണ്ട? എന്തു മക്കളതൊക്കെ ഉളുപ്പ് കെട്ട ജന്മങ്ങള്. വളർത്തി വലുതാക്കി അച്ഛനും വേണ്ട അമ്മയും വേണ്ട, പൈസ കിട്ടിയാൽ എനിക്ക് പൈസയും മതി, ഭാര്യയും മതി, മക്കളും മതി. ഇതൊക്കെ പിന്നീട് അനുഭവിക്കുന്നത് അറിയില്ല. ഇതൊക്കെ കണ്ടില്ലേ പിള്ളേർ വളരുന്നത്. അവന് പ്രാകണ്ട, നീ അവരവിടെയും പോയി നന്നായിരിക്കട്ടെ. ഓ, പ്രാകണ്ട. നീ ഇപ്പോഴും മക്കളെ താങ്ങിക്കൊണ്ടിരുന്നോ? നന്നായിരിക്കും അവര്, കൊടികുത്തി കൊമ്പന്മാരായിട്ട് വാഴും. നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആങ്ങളെ അച്ഛൻ്റെ അമ്മ കണ്ണീര് കുടിപ്പിച്ച മക്കൾ നന്നായി എന്നുള്ള ചരിത്രം? ഇപ്പോഴത്തെ കാണണ്ട നീ. ഇപ്പോഴത്തെ അവര് പൈസയും പദവിയൊക്കെ തീരുമ്പോഴേ തനിയെ വരും ഇവിടത്തേക്ക്, നീ നോക്കിക്കോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ആ വീടിനെ പിടിച്ചങ്ങ് വെക്ക്. ചെറിയൊരു വീട് എവിടെയെങ്കിലും നിങ്ങൾക്ക് മേടിച്ചിട്ടേ നിങ്ങൾ കൂടെ ഒരു സമാധാനത്തിലിരിക്കും. ബാക്കി പൈസ നിന്റെ പേർക്കാണ് ബാങ്കിലേക്ക് ഇട്. ഞാൻ അവരിനെയൊക്കെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മര്യാദയ്ക്ക് മാതാപിതാക്കളെ നോക്കണം. അങ്ങനെയില്ലാത്ത മക്കൾക്ക് എന്തിനു വീട് നീ എടുത്ത് കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്? ഇതൊക്കെ അടിച്ചു പഠിക്കാനും വൃത്തിയാക്കാൻ ആർക്കാള്? അവള് പണിക്ക് പോയിട്ട് വേണ്ടി കുടുംബം കഴിയണമെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇത്രയും വലിയ വീടും കേട്ട് വെച്ച് മക്കളെ നല്ല പദവിയിൽ വളർത്തുകയും ചെയ്ത് മണ്ണ് പണിക്ക് പോകേണ്ട ആവശ്യം വന്നില്ല ഇപ്പൊ അവൾക്ക്. ഞാൻ വരുമ്പോൾ രാധാമണി അവിടെ നിന്ന് പറഞ്ഞു ഇത്ര നേരം അവിടെ നിന്ന് മണ്ണ് കോരുന്നുണ്ടായിരുന്നു എന്നുള്ളത്.
പിന്നെ ഞാൻ പോകട്ടെ, മാധവട്ടം പണിക്ക് പോയി വരുമ്പോഴേക്കും എനിക്ക് അവിടെ എത്തണം. ഇങ്ങനെ തന്നെ ഈ റൂമിൽ കിടക്കണ്ട, ഇത്തിരി സോഫയിലൊക്കെ പുറത്തൊക്കെ പോയി ഇരിക്കി, ഒരു കാറ്റും വെളിച്ചമൊക്കെ കൊള്ളു. അല്ലെങ്കിൽ നടക്കാൻ ഭയങ്കര പതുക്കെ പിടിച്ച സോഫയിൽ പോയി ഇരിക്കി. ഇങ്ങനെ തന്നെ ഇരുന്ന് അസുഖം കൂടുകയുള്ളൂ. എനിക്ക് നിന്റെ ഭാര്യ വരുമ്പോൾ തന്നെ ഇരിക്കാൻ സമയമില്ല. ആ സെഞ്ചി അങ്ങ് ഒഴിച്ചിട്ട് ഞാൻ എടുത്തിട്ട് പോകട്ടെ. പാവം തന്നെ, വേലും കൊണ്ട് പണി നിൽക്കണ്ടോ. ഇത്രയും കാലം ഞാൻ അയച്ചിട്ടില്ല പണിക്ക്. എന്തൊരവസ്ഥ അത്. വാതിൽ ഇവിടെ ഇരിക്കുക. ഞാനിവിടെ വന്ന് ഇന്നിപ്പോൾ കുറേ മാറ്റമുണ്ട്. കിടക്കുമ്പോഴേ ക്ഷീണം കൂടുതലാണ്. അതെന്തായാലും നന്നായി. വെറുതെ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒറ്റയ്ക്കിനെ കിടക്കുമ്പോഴേ പല ചിന്തയും വരും. പുറത്ത് വന്നിരുന്ന ഇത്തിരി ടി വിയൊക്കെ കണ്ടുകൂടായിരുന്നോ? പിന്നെ കൂലി കിട്ടിയ പൈസയ്ക്ക് ഞാൻ കുറച്ച് പച്ചക്കറിയും വാങ്ങി നിങ്ങൾക്ക് 2-3 ആപ്പിളും എടുത്തു. നല്ല ചൂടല്ലേ, ജ്യൂസ് അടിച്ച് തരാമല്ലോ എന്ന് പറഞ്ഞിട്ടെ ഇന്നലെ വാങ്ങി ഒരു പാക്കറ്റ് പാലുണ്ട് ഫ്രിഡ്ജിൽ, ജ്യൂസ് അടിച്ച് തരട്ടെ. നീ ഇപ്പോൾ നിൻ്റെ അടുത്ത് ആപ്പിളല്ലേ വാങ്ങും, എനിക്കെന്താ ജ്യൂസ്? പച്ചക്കറി വഴി വാങ്ങിയിട്ട് എൻ്റെ പൈസ ഇല്ല, നിൻ്റെ കൈ വെച്ച പോലെ. അതൊന്നും സാരമില്ല, നിങ്ങളിതൊക്കെ അവിടെ കഴിച്ച ആളല്ലേ. ഞങ്ങളും ഇവിടെ കഴിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കിതൊന്നും വാങ്ങാൻ വഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ജ്യൂസ് അടിച്ച് തരാം. നിങ്ങളിത് കഴിച്ചിട്ടേ ക്ഷീണമൊക്കെ ഒന്ന് മാറി എന്ന് എണിച്ചിരുന്നാൽ മതി. എനിക്ക് ഇയാൾ വരാമെന്ന് പറഞ്ഞിട്ട് നേരം എത്രയായി? ഇത്രയും നേരം കാണുന്നില്ലല്ലോ. ഉരുളക്കിഴങ്ങ് എല്ലാം കേടും. ആകെപ്പോൾ 2 മേടിച്ചതാ, 2 പോയി. എന്താ കേടത്തെ നിങ്ങൾ അർജൻറ്റ് വരാൻ പറഞ്ഞ്? ഞാൻ ഒരു കച്ചവടത്തിൽ നിൽക്കുക, കച്ചവടം കഴിഞ്ഞാ. ആ ഞാൻ വിചാരിച്ചു കേളപ്പേട്ട. പിന്നെ കച്ചവടമായി വന്നിട്ടത്? ഓ അതൊക്കെ കച്ചവടമാക്കി. അത്രത്തോളം സാധനമാണ് നമ്മൾ വാങ്ങുള്ളൂ, വാങ്ങാൻ കൊടുക്കലൊക്കെ. അത് പോട്ടെ. അല്ല ഇപ്പം നിങ്ങളെന്തിനാ വരാൻ പറഞ്ഞു? സ്ഥലം വാങ്ങാണ്ടോ? മൂപ്പര് ഗൾഫിൽ നിന്ന് വന്നതല്ലേ. ഒന്നും വാങ്ങാനൊന്നുമില്ല കേളപ്പേട്ട. നമുക്ക് നമ്മുടെ ഈ പൊരയൊന്ന് വെക്കണം. വേറെ എവിടെയെങ്കിലും ചെറിയൊരു വീട് ഞങ്ങൾക്കൊന്ന് ശരിയാക്കി തരണം നിങ്ങൾ. എന്ത് വെട്ടിത്തരാ പറയുന്നത്? വിൽക്കേ? ഇതെടുത്ത് ആ കുറച്ചല്ലായിട്ടുള്ളൂ. അല്ല മൂപ്പരവിടെ പോയി? മൂപ്പരൊന്ന് പുറത്ത് പോയിരിക്കുക. പനി പിടിച്ച് 1-1.5 മാസമായി കിടക്കുന്നു. നല്ല ക്ഷീണവും, പുറത്തൊന്നും നടക്കാനോ പോകാനോ ഒന്നിനും വയ്യ. എന്നിട്ട് നാരായണേട്ടൻ വന്നൊന്ന് കൂട്ടിയിട്ട് പോയത്. അപ്പോഴേ മൂപ്പൻ്റെ വണ്ടിയിലെടുത്തിട്ട് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. വീട് വിൽക്കാണ്ട് പറ്റില്ല കേളപ്പെട്ട. വിൽക്കുമോ? ഇപ്പോൾ ഇത്രയും നല്ല വീട് കെട്ടി താഴെയെല്ലാം ആദ്യം എടുത്തുള്ളൂ, മേലത്തെ പണി കണ്ട് 2-3 വർഷമായിട്ടുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാ, അങ്ങനൊരു അവസ്ഥയായിപ്പോയി. മൂപ്പര് വന്ന് 1 മാസം കഴിയുമ്പോഴേക്കും രാജേഷ് പുറത്ത് പോയി താമസമാക്കിയില്ലേ. പിന്നെ ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. ഇത്രയും വലിയ വീട് എന്തിനു ഞങ്ങൾക്ക്? സാഹചര്യം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റില്ലേ? അല്ല വിൽക്കാനാണ് ഞാൻ എന്താ കൊണ്ടുവരാം. ചെറിയൊരു വീട് വേണമല്ലേ? അല്ല നിങ്ങൾക്കത് എത്ര പെട്ടെന്ന് വിൽക്കാനൊരു കാരണം? വിൽക്കാൻ കാരണം കേളപ്പെട്ടെന്ന് അറിയുന്ന കാര്യമല്ലേ. ഇവിടുത്തെ മൂപ്പര് ഗൾഫിൽ പോയിട്ട് 10-20 വർഷമായി. അവനെയും പഠിപ്പിച്ച് അവളെയും പഠിപ്പിച്ച് 2 ആൾക്കും ജോലിയാക്കി. 2 ആളുടെ കല്യാണം കഴിഞ്ഞു, വീടും മേലേക്കെടുത്തു. ഒരു വരുമാനവും മിച്ചം മൂപ്പറിൻ്റെ പേരിലില്ല. ഇവിടെ തന്നെ ആഴ്ച തരുമ്പോൾ ഞാനും ഒന്നും എടുത്തു വെച്ചില്ല. പിള്ളേർക്കൊക്കെ ജോലിയായി, അവനൊക്കെ നല്ല നിലയ്ക്ക് എത്തിയില്ലേ. ഇനിയിപ്പോൾ ഞങ്ങളെ നോക്കാൻ ആളുണ്ടല്ലോ വിചാരിച്ചു. അപ്പം മൂപ്പര് വന്ന് 1 മാസം ആകുമ്പോഴേക്കും അവൻ വേറെ താമസമാക്കി. അപ്പോൾ അമ്മനെ നോക്കാൻ അച്ഛനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഗൾഫിൽ നിന്ന് ജോലിയും വേണ്ട വെച്ചിട്ട് വന്നു. കയ്യിൽ പൈസയൊന്നുമില്ല കേളപ്പെട്ട. മൂപ്പരാകെ മനസ്സ് വിട്ടു. ഇന്നത്തെ ഒരുവിധം പിള്ളേർക്ക് അങ്ങനെയാണ്. ജോലിയും പൈസയൊക്കെ പിന്നെ അച്ഛനും വേണ്ട അമ്മയും വേണ്ട. എല്ലാ മക്കളും അങ്ങനെ ഇല്ല കേട്ടോ. മൂപ്പരിൻ്റെ അവസ്ഥയെ കണ്ടിട്ടേ അന്ന് അവൻ്റെ പെങ്ങൾ വന്നിട്ട് പറഞ്ഞിട്ട് പോയതാണ്. പുര വിറ്റിട്ട് ചെറിയത് എവിടെയെങ്കിലും വാങ്ങിയിട്ട് ബാക്കി പൈസ മൂപ്പറിൻ്റെ പേർക്ക് ബാങ്കിലിടെ. അന്ന് തുടങ്ങി മൂപ്പർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ പിന്നെ ഞാൻ വെറുതെ ഇതിനെ വേണ്ട എന്ന് വെച്ചിട്ട് എന്താ കാര്യം? മൂപ്പർക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ. നിങ്ങൾ നല്ലൊരാളെ കൊണ്ട് തന്നെ കേളപ്പെട്ട. അറിയുന്ന കാര്യമാണല്ലോ, മേലെ നന്നായിട്ട് ഉപയോഗിച്ചിട്ട് പോലും ഇല്ല. അതൊക്കെ എനിക്ക് അറിയുന്ന കാര്യമില്ലേ. എനിക്ക് നല്ലൊരു വിലക്ക് ഞാൻ വിറ്റ് തരാം. കുറച്ച് വെയിറ്റ് ചെയ്യാൻ മതി, അത്രയേ ഉള്ളൂ.
അതെന്താ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു വീട് വിൽക്കുക എന്ന് പറഞ്ഞാൽ അവർ നല്ല വില കുറയ്ക്കും. അതിനെക്കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതുമല്ല, നിങ്ങൾക്കൊരു ചെറിയ വീട് നോക്കും വേണ്ടേ? എന്നാൽ ശരി കേളപ്പേട്ടാ, ഞാൻ മൂപ്പര് വന്നിട്ട് എല്ലാ വിവരങ്ങളും പറയാം. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെന്നാ. എനിക്കൊരു പാർട്ടി കൂടെ കാണാനുണ്ട്. അല്ല, ഈ വീടൊക്കെ വിൽക്കാൻ പോകുന്ന അഡ്വാൻസ് ഒക്കെ വാങ്ങി കേട്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ഭാഗം കിട്ടണം. തരടാ, നിനക്ക് ഭാഗം തരാം. നന്ദി കെട്ടവനെ. ഇതിനാണോടാ നിന്നെയൊക്കെ ഏതോ നാട്ടിൽ കിടന്ന് നിൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, ജോലിയും കിട്ടി, കുട്ടിയും കുടുംബമായി, നിൻ്റെ കയ്യിൽ പൈസയുമായപ്പോൾ നിൻ്റെ ഭാര്യനെയും കൂടി നീ ഒറ്റ പോക്ക് പോയല്ലേ. ആ പാവം വന്നിട്ട് എത്രയായടാ? സുഖലടത്ത് മാസം കിടന്ന് നീ ഒന്ന് തിരിഞ്ഞു നോക്കാൻ വന്നോ? എന്താണെന്നൊന്ന് വിളിച്ച് ചോദിച്ചോ? ഭാഗം ചോദിക്കാൻ വന്നിരിക്കുന്നല്ലേ? നീ വല്ലതും സന്തോഷം കൊടുത്ത് തന്നിട്ടുണ്ടോ ഭാഗം ചോദിക്കാൻ? അതിപ്പോൾ നീ കെട്ടിയതാണോ? നീയൊക്കെ വളർന്നാലേ വയസ്സാം കാലത്ത് അച്ഛനും അമ്മയ്ക്ക് ഒരു തണലാകും വിചാരിച്ചടാ. പക്ഷെ നീ ഇങ്ങനെ ചെയ്യുന്നു ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അതെ, ഇതിങ്ങനെ പഴംപുരാണം പോലെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിക്കേണ്ടതൊക്കെ അച്ഛനമ്മേൻ്റെ കടമയാണ്. അതെല്ലാവരും ചെയ്തു തന്നെയാണ്, നിങ്ങൾ മാത്രമൊന്നുമല്ല. കടമയത്രേ. അപ്പം മക്കളിനെയൊക്കെ വളർത്തി വലുതാക്കൽ മാത്രം അച്ഛനമ്മേൻ്റെ കടമ. തിരിച്ച് മക്കൾക്ക് അച്ഛനമ്മമാരോട് ഒരു കടമയില്ല അല്ലേ? എന്ത് കടമ? ഞങ്ങൾക്ക് ഒരു കടമയൊന്നുമില്ല. വേണമെങ്കിൽ അച്ഛനമ്മേനെ നോക്കണം, വേണമെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കടമ അതെന്ന് പറഞ്ഞു വന്നാ തോന്നുന്നത്. മോനെ, എനിക്ക് പൈസയുണ്ട്, പദവിയുണ്ട്, കല്യാണം കഴിഞ്ഞു, ഭാര്യയായി, കുട്ടിയായി, നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി സെറ്റിലായി. നീ എന്തൊക്കെ ചെയ്താലും ഈ പ്രപഞ്ചമൊരു ശക്തി ഉണ്ടല്ലോ, ഇതെല്ലാം കാണുന്നുണ്ട്. നീ ഞങ്ങളോട് ചെയ്ത 10 മടങ്ങായിട്ട് എനിക്ക് തിരിച്ചു കിട്ടും. നീ അത് ഓർത്തോ. നിൻ്റെ കൂടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ നിൻ്റെ കൂടെ നിൽക്കുന്നതേ നിൻ്റെ പൈസ കണ്ടിട്ടാ, അല്ലോട് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ നിൻ്റെ ഭാര്യ പോലും നിന്നെ വിട്ടു പോകും. നിൻ്റെ പണവും പദവിയും എല്ലാം പോയാലുമേ നിന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ടാവും. അത് നിൻ്റെ അമ്മ മാത്രമായിരിക്കും. എൻ്റെ മോൻ വിഷമിക്കണ്ടടാ, ഭക്ഷണം കഴിക്കടാ, നമുക്ക് പോയത് പോകട്ടടാ എന്ന് പറയേ. അങ്ങനെയൊരു സാഹചര്യം വരാതിരിക്കാൻ എൻ്റെ മോനെ ഇപ്പം തന്നെ തുടങ്ങിക്കോ ദൈവത്തെ പ്രാർത്ഥിക്കാൻ.